ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 5 minutes മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എനർജി ഇവിടെ കണക്റ്റ് ആവുകയുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു സ്പ്രെഡ് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങളുടെ എനർജി ഇവിടെ കണക്റ്റായി നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് പൂർണ്ണമായിട്ടും റെസൊനേറ്റ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. Wheel of Fortune, Ten of Wands, Five of Swords, Seven of Pentacles, the World, Queen of Swords, Seven of Swords, Five of Cups, the Tower, the Lovers. നമുക്ക് ബോട്ടം എനർജി 8 of Cups ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അതായത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ വ്യക്തിയുടെ കറണ്ട് എനർജിയാണിത്. അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത ഒരു എനർജിയാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡിങ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ സാഹചര്യവും അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേറൊരു ഡെക്കിൽ നിന്നും കൂടി കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. High Priestess, Ace of Swords, the Fool, Three of Wands, Strength card,
സിക്സ് ഓഫ് വാൻസ്. ഇവിടെ ബോട്ടം എനർജി 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഈ ഒരു സമയം ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അവിടെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡിങ്ങിലോട്ട് പോകുമ്പോൾ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണാൻ കഴിയുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഏതു കോണിൽ നിന്ന് നോക്കിയാൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണിത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആദ്യത്തെ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഇവരുടെ പാസ്റ്റ് ടൈമിൽ എല്ലാ തരത്തിലും വളരെ മെച്ചമായിട്ട് നിന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ കരിയറിലായിക്കോട്ടെ, ഫാമിലി ലൈഫിലായിക്കോട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിലും കുറച്ച് മെച്ചമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം നയിച്ച ഒരു പേഴ്സൺ ആവാനാണ് സാധ്യത കൂടുതൽ. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നത് എന്ന കാര്യം വ്യക്തമല്ല. കാരണം നമ്മൾ നോക്കിയ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവരുടെ ലൈഫിൽ അവരിപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്ന ടൈമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു പേഴ്സണാണ് നിങ്ങളെ ചതിച്ചിട്ട് വേറൊരു വ്യക്തിയിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും നിങ്ങളെ വേദനിപ്പിച്ച് അവർ പോയ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒട്ടും സന്തോഷകരമല്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ളത്. ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നതായി കാണാൻ കഴിയുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന ഈ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് മനഃപൂർവ്വം തേർഡ് പാർട്ടി അടിച്ചേൽപ്പിച്ച എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷൻ വിട്ട് പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും ഭാരം ഈ ഒരു പേഴ്സൺ ചുമക്കുന്നതായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. എല്ലാ മനുഷ്യനും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. എല്ലാവർക്കും എപ്പോഴും സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ചില സമയത്ത് നമ്മൾ വരുത്തി വെച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചിലത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളും നമ്മളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ചില റിലേഷൻഷിപ്പ് എടുത്ത് തലയിൽ വെക്കുക, അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മൾ അമിതമായി വിശ്വസിക്കുക, അല്ലെങ്കിൽ ചില വ്യക്തികളെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തേണ്ടതിന് പകരം അവർ നമ്മളുടെ ജീവിതത്തിലെ ആരൊക്കെയോ ആക്കി തീർക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മൾ നമ്മളെ തന്നെ വിഷമത്തിലാക്കുന്നു, നമ്മൾ അവരിൽ ഡിപ്പെൻഡഡ് ആകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായും നമുക്ക് കൂടി പങ്കുണ്ട്. ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് ഇവർ വിലക്കി വാങ്ങിയതാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം തന്നെ ഈ ഒരു വ്യക്തി ചോദിച്ചു വാങ്ങിയ രീതിയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രവൃത്തിദോഷം കൊണ്ട് വന്നു ചേർന്നതാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ.
ഇവിടെ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ അനാവശ്യമായി വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതായത് നമ്മളെക്കാൾ കൂടുതൽ സ്ഥാനം ആ ഒരു വ്യക്തിക്ക് കൊടുത്ത സാഹചര്യം ഇവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചതിക്കപ്പെട്ടു പോയത്. അതേസമയം നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ വിശ്വസിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അത്രയും ഒരു ആഘാതം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ചോദിച്ചു വാങ്ങിയതാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ. അതുമാത്രമല്ല, അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു സൈക്കിളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങൾ ഉണ്ടാകും അല്ലേ? ഓരോ ഘട്ടത്തിലും പല പല വ്യക്തികൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാകും. പല പല വ്യക്തികൾ വന്നു പോയിട്ടുണ്ടാകും. ചിലപ്പോൾ മാരേജ് കഴിഞ്ഞായിരിക്കാം പണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഓരോരോ മനുഷ്യരുടെ ജീവിതത്തിലും ആ ഒരു ലൈഫ് സൈക്കിളിനകത്ത് പല പല വ്യക്തികൾ കയറി വരിക, ഒന്നും പറയാതെ ഇറങ്ങിപ്പോവുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അവർ ഇപ്പോൾ ചിലവഴിക്കേണ്ടത് മറ്റൊരു വ്യക്തിയോടൊപ്പമാണ്. കാരണം ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചെന്നുപെട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങൾ ഈ ഒരു വ്യക്തി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ നടന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ അടിച്ചു പൊളിച്ചൊക്കെ കൊണ്ടുപോയ ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങളോട് വളരെയധികം പെട്ടെന്ന് ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയം വളരെ വീർപ്പുമുട്ടൽ അനുഭവിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. ലൈഫിൽ പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തികൾക്കുള്ള തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് അവരുടെ കർമാസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം ഈ ഒരു സമയം. എന്താണെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിയാൽ അവർ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അവർ അന്ന് എന്താണോ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ധരിച്ചത് അങ്ങനെയല്ല എന്നുള്ളത് ആ ഒരു വ്യക്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അവർക്ക് ഒരുപാട് ദുഃഖമുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. അല്ലെങ്കിൽ ഡെയിലി ഈ ഒരു പേഴ്സണെ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ കുത്തി നോവിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡായ ഒരു സമയത്താണ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് അവർക്കൊരു തിരിച്ചടി കിട്ടിയത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണ്, അതായത് മറ്റൊരാളെ നമ്മൾ ചതിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വിഷമിക്കും, മാനസികമായി എത്രത്തോളം അവർ തകർന്നു പോകുമെന്നുള്ളത് ഇപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റേതായിട്ടുള്ള നിരാശ ഈ വ്യക്തിക്കുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തു പറ്റി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കാണിച്ചു കൂട്ടിയത്, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലുണ്ടായത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇപ്പോഴും നിഗൂഢമാണ്, അല്ലെങ്കിൽ ഹൈഡിങ് ആണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കാം, എന്നാലും അറിയാത്ത കാര്യങ്ങളായിരിക്കാം കൂടുതലുള്ളത്. ചിലവരുടെ കേസിൽ ഒന്നും പറയാതെ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലവരുടെ കേസിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടാണ് കടന്നു കളഞ്ഞത് എന്നുള്ളത്. എന്തായാലും ആ ഒരു മിസ്റ്ററി ഇവിടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കാരണം സത്യം ഒരുപാട് നാൾ മൂടി വയ്ക്കാൻ കഴിയില്ല, എന്നെങ്കിലും അത് പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താണോ ചെയ്തത്, അത് അവരാൽ തന്നെ നിങ്ങളോട് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. ജീവിതാനുഭവങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കിയ അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലൈഫ് സൈക്കിൾ എൻഡാകാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്.
അതായത് അവർ ഇപ്പോൾ ആരുടെ കൂടെയാണോ ഉള്ളത്, അവർക്ക് ഏത് സിറ്റുവേഷനിലൂടെയാണ് അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ എല്ലാം തന്നെ എൻഡായി പോകാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അതൊരു ടവർ സിറ്റുവേഷന് ശേഷമാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴുള്ള അവരുടെ ലൈഫിനാണ് ആ ഒരു ടവർ സിറ്റുവേഷൻ വരാൻ പോകുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് ടവർ സിറ്റുവേഷൻ വരാനായിട്ട് പോകുന്നത്. ആ ഒരു ബിഗ് ചേഞ്ചിന് ശേഷം അവർ തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്നതാണ്. അതായത് എന്തൊക്കെ ചോയ്സുകൾ ലൈഫിൽ വന്നാലും എക്കാലവും നിലനിൽക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് എന്നുള്ളത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ ഇടയിലും വന്ന ആ ഒരു പേഴ്സൺ, അതായത് ആ ഒരു തേർഡ് പേഴ്സൺ, ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ മോഹിച്ച് വന്ന ഒരു വ്യക്തി ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസാണ് ഇവിടെ കാണുന്നത്. ആ ഒരു കാര്യങ്ങളെ മുൻനിർത്തി ആയിരിക്കാം നഷ്ടപ്പെട്ടു പോകരുതെന്ന് അവർ ചിന്തിച്ചത്. അതായത് നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെട്ട് പോകരുത്, എക്കാലവും അവരുടെ കൂടെ തന്നെ നിലനിർത്തണം എന്ന ആ ഒരു വ്യക്തി ചിന്തിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. അല്ലാതെ അവർക്ക് സ്നേഹം എന്ന ഭാവം നിങ്ങളുടെ വ്യക്തിയോട് കാണില്ലായിരിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ തനി സ്വരൂപം ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർ ഇത്രയും അനുഭവിച്ചത് കൊണ്ട് തന്നെ എല്ലാ തെറ്റും നിങ്ങളോട് ഏറ്റു പറയണം, അല്ലെങ്കിൽ എന്ത് നിഗൂഢതയായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അതെല്ലാം നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റിയത് അവരുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത്. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. നിങ്ങളെ കാണുവാനും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഫൂൾ കാർഡ് പോലെ നിങ്ങളുമായി ഒരു പുതിയ തുടക്കമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ജീവിതം ഒന്നേന്ന് തുടങ്ങാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവരെ ലൈഫിലേക്ക് സ്വീകരിക്കണോ വേണ്ടായോ എന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വിട്ട് നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ ആ ഒരു സൈക്കിൾ എൻഡ് ആവേണ്ടതുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു സൈക്കിൾ എൻഡ് ആവേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വരാനുള്ള ആ ഒരു സ്ട്രെങ്ത് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സ്ട്രെങ്ത് കാർഡ് കിട്ടിയത്. എന്തായാലും ആ ഒരു വ്യക്തി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡിവൈൻ ടൈമിലാണെന്നാണ് കാണുന്നത്. ഇനിയും വരുന്നത് നിങ്ങൾക്ക് മരണം വരെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും. കാരണം എല്ലാം ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അവരുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത്രയേറെ വിലപ്പെട്ടതാണ്, അല്ലെ വിലയേറിയതാണ്. ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അതുപോലെ തന്നെ എത്ര പേർക്ക് ഈ ഒരു വ്യക്തിയോട് പൊറുക്കാൻ കഴിയുമെന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കണം. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. An act of thoughts. The High Priestess. The Moon. Six of Cups. ഒരു കാർഡും കൂടെ നോക്കാം. ഏസ് ഓഫ് വാൻഡ്സ്. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കൂടി നമുക്ക് നോക്കാം. Knight of Pentacles.
ഹെർമിറ്റ്, എയ്റ്റ് ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഒരു കാർഡ് റോൾ നോക്കാം, നയൻ ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് പറയുകയാണ്, ഞാൻ ജീവിതത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആരോടും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് വളരെയധികം ആശയക്കുഴപ്പം തോന്നുന്നുണ്ട്. കൂടാതെ ഞാൻ നിശബ്ദനായി എൻ്റെ ഭയങ്ങളും സംശയങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ പലപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. അത് മധുരമുള്ള ഓർമ്മകളും വേദനയും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ അതെന്തൊക്കെയാണെങ്കിലും നീയുമായി എനിക്കൊരു പുതിയ തുടക്കം വേണം. വളരെയധികം അഭിനിവേശത്തോടെയും ലക്ഷ്യത്തോടെയും മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ ഊർജം എന്നിൽ വളരുന്നതായി എനിക്ക് തോന്നുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബന്ധത്തിന് വളരാൻ സമയവും സ്ഥിരമായ പരിശ്രമവും ആവശ്യമാണെന്ന് കാണുന്നു. നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് സമയം വേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അസംതൃപ്തി തോന്നി തുടങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി മാറി നിൽക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാതെ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ കാര്യങ്ങൾ പതുക്കെ മെച്ചപ്പെടും. അവസാനം നിങ്ങൾക്കൊരുമിച്ച് സന്തോഷവാനായിരിക്കാൻ അവസരങ്ങൾ കാണുന്നു. എന്നാൽ ഇതിന് വളരെയധികം ക്ഷമയും കഠിനാധ്വാനവും പരസ്പര മനസ്സിലാക്കലും ആവശ്യമാണെന്ന് കാണുന്നു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്.